പ്രിയമുള്ളവരെ, ഇവിടെ മാലിന്യ കുമാരം കൊണ്ട് നാം ആകെ പൊറുതിമുട്ടുകയാണ്. കുട്ടികൾക്കാണെങ്കിൽ മാറാരോഗങ്ങൾ, പകർച്ചവ്യാധികൾ, സാംക്രമിക രോഗങ്ങൾ. ഇതിനെല്ലാം കാരണം പ്രിയമുള്ളവരെ, ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാൽ താൽക്കാലികൾ ഇവിടെ ചത്തൊടുങ്ങുന്നു. കാരണം ഇവിടെ മാലിന്യ സംസ്കരണ പരിപാടിക്ക് വേണ്ടി കോടികൾ ചെലവാക്കി. അതും വേസ്റ്റ്. അത് പരിഹരിക്കാൻ പുതിയ ഭരണസമിതി ഉണ്ടാക്കി. അതും വേസ്റ്റോട് വേസ്റ്റ്. പ്രിയമുള്ളവരെ, ഈ വേസ്റ്റ് യാതൊരു കാരണവശാലും ഇവിടെ നിക്ഷേപിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ കാൽനടയായി വേസ്റ്റ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ ഉപരോധം ആരംഭിക്കുന്നു. ചപ്പ് ചവറുകൾ സിന്ദാബാദ്. വീഴിക്കില്ല, 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 വീഴിക്കില്ല. മാലിന്യം ഇവിടെ വീഴിക്കില്ല. ചപ്പ് ചവറുകൾ സിന്ദാബാദ്. ചപ്പ് ചവറുകൾ സിന്ദാബാദ്. വീഴിക്കില്ല, വീഴിക്കില്ല. ചപ്പ് ചവറുകൾ വീഴിക്കില്ല. മാലിന്യം ഇവിടെ വീഴിക്കില്ല. അധികാരികളെ സൂക്ഷിച്ചോ. കയ്യൂരും കരിവള്ളൂരും എന്തോ നടയി പറയുന്നത്. ഒരു ഓളത്തിന് കെട്ടക്കെട്ടുന്ന സമരം ചെയ്യും, സമരം ചെയ്യും. വിജയം വരെയും സമരം ചെയ്യും. വിജയം വരത്തില്ലല്ലോ, അവൻ ഗൾഫിലല്ലോ. ചീത്ത പറഞ്ഞു, ചീത്ത പറഞ്ഞു. സമരം ചെയ്യും, സമരം ചെയ്യും. ഇതെന്തൊക്കെ ചേട്ട പ്രശ്നം? അതെന്താ ഒരു കേസാ? ചപ്പ് ചവറുകൾ വീഴിക്കില്ല. മാലിന്യത്തിൻ പേര് പറഞ്ഞ് കോടികൾ കോടികൾ കട്ടുമുടിക്കും. അധികാരികളെ സൂക്ഷിച്ചോ. അയ്യോരും കരിവള്ളൂരും. ഞാനിപ്പോ നിൽക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് ഞാനും പറയട്ടോ, ഞാനും പറഞ്ഞോട്ടോ. രമേശ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി നഗരത്തിലെ മാലിന്യ കൂമ്പാരം എന്നറിയപ്പെടുന്ന ബ്രഹ്മാണ്ഡപുരം എന്ന പ്രദേശത്താണ്. ഞാനും നിൽക്കുന്നത് അവിടെ തന്നെയാണ്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നാട്ടുകാർ ഒറ്റക്കെട്ടായി എതിർക്കുകയാണ്. അതിനെതിരായി അതിന് ആരാണ്? എന്താ ഇവിടെ പ്രശ്നം? മാലിന്യം ഇറക്കാൻ അവർ സമ്മതിക്കുന്നില്ല. യാതൊക്കെ ഉണ്ടല്ലോ, വല്ല കുഴപ്പമോ? ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ട്. കളക്ടറെ വിളിക്കട്ടെ സാർ? എങ്കിൽ വിളി. സാർ, ഇതിൽ ചാർജ് ഇല്ല. പോയി ചാർജ് ചെയ്യൂ. ദൈവമേ, ഉമ്മാരോട് ആരോടും ലാത്തി ചാർജ് ചെയ്യാൻ പറഞ്ഞു. സാറല്ലേ പറഞ്ഞ ലാത്തി ചാർജ് ചെയ്യാൻ? ഞാൻ മൊബൈൽ ചാർജ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. പോലീസുകാർ എന്നെ കല്ലില്ലല്ലോ. ഞാൻ മാലിന്യല്ല, മാധവനാന്ന് പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞു, എന്നെയൊക്കെ തെറ്റി അന്തസ്സ് പോകുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേ? വേഗം വണ്ടി എടുക്കൂ. കേരളത്തിലോ എന്താ അവിടെ എന്താണെന്ന് മനസ്സിലാവുന്നു. നിക്ക് അവിടെ എന്താ ഓണത്തല്ലാണോ? വേട്ടക്കാരുണ്ടല്ലോ, പുലികളിയുണ്ടോ? എന്റെ മാവേലിയോട് ഓണത്തിൽ പുലിയൊന്നുമല്ല, പിന്നെ അവിടെ മുട്ടൻ അടിയെടുക്കുക. മാലിന്യ സംസ്കരണത്തിലുള്ള ബഹളം അവിടെ. അതിനെന്തിനാ ബഹളം വെക്കണേ? മാലിന്യം കണ്ട സംസ്കരിക്കണം. അതിനോടൊരു സംവിധാനം ഇല്ല മാവേലി. അതിനെന്തിനാ സംവിധാനവും തിരക്കഥയൊക്കെ? അവനോന്റെ വീട്ടിലെ മാലിന്യം അവനോൻ തന്നെ കുഴിച്ചു മൂടുന്ന ആളുകൾ നാട്ടുകാർ. ഞാൻ പാതാളത്തുകാരൻ മാവേലി. എന്റെ മാവേലി, കാലം മാറി. പണ്ട് കേരളത്തിലെ ജനങ്ങളെ സ്വന്തം പറമ്പിൽ കുഴിച്ചു മൂടിയിരുന്ന മാലിന്യങ്ങളാണ് ഇന്ന് തെരുവിലേക്ക് കൊണ്ടുപോയി തട്ടുന്നത്. 4 സെന്റിൽ 5 സെന്റിൽ വീട് വെച്ച് കഴിയുന്നവർ പോലും വീടിന് ചുറ്റും ടൈൽസ് ഇട്ട്
മാലിന്യം കളയാൻ വഴിയില്ലാതെ റോഡിൽ കൊണ്ട് തട്ടുകല്ലേ. ഇവിടെ ഫ്ലാറ്റുകൾ വർദ്ധിച്ചു, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും വർദ്ധിച്ചു. അറവുശാലയിലെ മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളുന്നതേ പുഴയിലേക്കാ. പുഴയിലേക്കോ? അതേ മാവേലി, ചിന്തിച്ചാ ഒരു അന്തമില്ല, ചിന്തിച്ചില്ലേ ഒരു കുന്തവും ഇല്ലാന്ന് പറയുന്ന പോലെയാ ഇവിടുത്തെ കാര്യങ്ങൾ. മാവേലി അങ്ങോട്ട് പോണ്ടോ, മാവേലി അങ്ങോട്ട് പോയാലേ അവര് മാവേലിയെ മാലിന്യത്തിൽ ചവിട്ടി താഴ്ത്തും. ചവിട്ടും തൊഴിയും എനിക്ക് പറഞ്ഞിട്ടുള്ളതാ. അതെന്റെ തലവിധിയാ, അതെന്റെ തലയെ തന്നെ ചവിട്ടും.